ഒരു സൈഡിൽ ഉസ്താദന്മാരുടെ സാലറിയുടെ വിഷയത്തിലും ഉസ്താദന്മാർക്ക് വരുന്നതായ കഷ്ടപ്പാടിൻ്റെ വിഷയത്തിലും സംസാരിക്കുന്ന ഈ വേളയിൽ ഒരു ഹാംക്ക് ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദിൽ വന്ന് തല്ലുകയാണ്. ഇതിൻ്റെ പേരിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം, ഇത് ചെയ്തേ തീരും. ഒരു ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള സംഭവം നേരിടുമ്പോൾ അതിനെ ചോദിക്കാനായിട്ട് ഒരാളും ഇല്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വാട്സാപ്പിൽ നിരന്തരമായിട്ട് ഇതിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ വോയിസുകളും ഓഡിയോ ക്ലിപ്പുകളും ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രതികരിച്ചുകൊണ്ട് ഉസ്താദന്മാർ തന്നെ രംഗത്ത് വരണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഈ ഒരു സംഭവം നടക്കുന്നുള്ളത് അതായത് സുറത്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷ്ണാപുരം ത്വയ്ബ പള്ളിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നുള്ളത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ നേരെ വന്ന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, മറ്റേ കുട്ടിയും ഉണ്ടായിരുന്നു. ഈ മൂന്നാൾക്കാർ വന്നതിന് ശേഷം അവിടെ ആ ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ഒരു അടി കൊടുക്കുകയാണ്. ആ വീഡിയോ കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാനം ഭാഗം വരെ കണ്ടേ തരൂ. ഇതിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ശരിക്കും എന്താണ് ഇവിടെ നടന്നിട്ടുള്ള വിഷയങ്ങൾ ഒന്ന് കൂടി ഞാൻ വിശദീകരിച്ചിട്ട് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോസിൻ്റെ അകത്ത് എവിടെയും പറയാറില്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തോ എല്ലാവരിലേക്കും എത്തിച്ചോ എന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം. ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുമോ എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് വീഡിയോൻ്റെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. ഒരിക്കലുമില്ല. ഈ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും വരാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോഴാണ് വ്യൂസ് കൂടാറുള്ളത്. അതിനൊന്നും എനിക്ക് ഒരു ആവശ്യവുമില്ല. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഡൗൺലോഡ് ചെയ്തെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ഉസ്താദ് ഒരു കുട്ടിയെ അടിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ഈ കുട്ടിയെ അടിച്ചിട്ടുള്ള കാര്യം പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയെ അടിക്കണമെന്ന് ഞാൻ പറയുകയോ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ ഒരിക്കലും അടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിയമത്തിൽ നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അത് തന്നെയാണ് നിയമമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടിയെ അടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വീട്ടുകാരായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട പരിപാടി എന്താണ് ചെയ്തിരിക്കേണ്ടത്? ആദ്യമായിട്ട് വന്ന കമ്മിറ്റി ഭാരവാഹികൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി അറിയിക്കുക. ഇനിയിപ്പോൾ കമ്മിറ്റി ഭാരവാഹികളെ അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പുറത്ത് കാനൂനുപരമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നേരിടാനുള്ള അതിൻ്റെ ശേഷിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോവാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിട്ട് ഈ ഉസ്താദിൻ്റെ മുകളിലേക്ക് വന്ന് കയറി അവിടെ പള്ളിയിലേക്ക് ഭക്ഷണം കഴിച്ച് നിങ്ങൾ വിചാരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സ്ഥലത്ത് ഉസ്താദന്മാരുടെ കഷ്ടപ്പാടിന് ഭക്ഷണമില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ട് ആ ഒരു സമുദായത്തിൻ്റെ ചില ആൾക്കാരൊക്കെ ഉസ്താദന്മാരെ നോക്കുന്ന രീതിയും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെയും അവർക്ക് വീട്ടിൽ സാമാനമില്ലെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കുകയും ഇങ്ങനെ അവരെ ഹെൽപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ വന്ന് തല്ലുകയാണ്. ഇതിലേക്ക് അവന് കുറേയൊക്കെ പറയുന്നുണ്ട്, ഞാൻ ജയിലിലേക്ക് പോയ ആളാണ്, ഞാൻ അങ്ങനെ ചെയ്താണ്, ഒരു വലിയ ടാലൻ്റ് ആയിട്ടുള്ളതെന്ന വിചാരമുണ്ട്. ജയിലിലേക്ക് പോയ വലിയ കാര്യമാണ്. എന്താ പറയുന്നത്? ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം, പിന്നീട് നമുക്ക് സംസാരിക്കാം. நீங்க ஒரு உஸ்தாதுக்கு அடிக்கிறீங்க. அல்ல எந்திரிங்க ஆச்சே கம்ப்ளைன்ட் பண்ணலாம் பேசி. ஆச்சே கால் பண்ணீங்க. நான் பஸ்ல கம்புடல. பார்த்துக்கல கோக்குவே ನಾನು. ಜೈಲು ದೆಚ್ಚನ ನೇ ದೆಚ್ಚೋನು. ಪಿನೆ ನಿ ಜಬರನ ಅಚ್ಚನೆ. ನಾಮದ ಕಮಿಟಿ ನಾನು ದಾ ನೀಡುಂಡಲೆ. ಓಕೆ ಬಿಡ. ದಾ கமிட்டி கம்ப்ளைண்ட் ಆಗಲ್ಲ. கமிட்டி சொல்லுங்க பாபா. ನಾನು ಬಿಡಲ್ಲ. ಇದು ಬಚ್ಚಿದಿಡುವೆ. நீங்க இங்க அடிக்கிற மாதிரி முன்ன நான் ஃப்ரெண்ட் கட்ட ஒரு அடி இல்ல நீ பேசுறது லைவ் ஆக்கிடுவே நீ லைவ் ஆக்கிடுவே நிக்கோ பாவா ஒரு கால் எத்தனை அடி அடிக்கிறார் நீங்க ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഉസ്താദിനെ പോയി ഇത്തരത്തിലുള്ള തല്ലണമെന്ന് നിങ്ങളൊക്കെ പണ്ട് മദ്രസ പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിലൊക്കെ നിങ്ങൾ തല്ല് നിന്നിട്ടുണ്ട്. അവരുടെ നന്മയ്ക്കാണ് ആ ഉസ്താദ് തല്ലുന്നുള്ളത് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷനിൽ ശരിയാണ്, ഇപ്പോൾ തല്ലാൻ പാടില്ല, കുട്ടികളെ നല്ല സ്നേഹത്തിൽ നോക്കണം എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനതൊന്നും പറയുന്നില്ല, ആ ഉസ്താദ് ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നില്ല, ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. ആ ഉസ്താദ് ചെയ്ത ആ തെറ്റിനെ നിങ്ങൾ നേരിട്ടതായ രീതി ഒരിക്കലും അത് ശരിയായിട്ടുള്ള കാര്യമേ അല്ല. ഇത് അല്പം പോലും ബോധമില്ല.
ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. सर नमस्ते. नमस्ते. हाँ सर ಅಸ್ಲಾಂ ವಲೈಕುಂ ರಹಮತುಲ್ಲಾಹಿ ಬರಕಾತು. ಏ ರಾಯ್ ಆಟಕೊಂತುಲ್ಲೆ ಬಟ್ ಕೀಲ್ ಅಡಿಬಾರ ಎಲ್ಲ ಉಂಡು ಆ വീഡിയോത്തെ കീല് ആ വീഡിയോ ബയറെല്ല ആണെങ്കിലെ ഉറിഞ്ഞു പോവും, ബയറെല്ല കത്തി പോവും, ചോറ് കൊടുത്തിട്ട് അടിക്കലേമ്മ ചൊല്ലി ഒരു പ്രശ്നം വരും. അതുകൊണ്ടിട്ടു ഇവിടെ സോറി, ഞാൻ കൃഷ്ണ അവിടുത്തെ കമ്മിറ്റി ഭാരവാഹിയിൽപ്പെട്ട ഒരാളുടെ വോയിസ് ആണിത്. സ്ഥിതിക്കായിട്ട് നോക്കുക. എന്തായാലും ഞാൻ പറയുന്നത്, ഇതെന്തായാലും ഇതിനൊരു അന്തിമ തീരുമാനം എത്തണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ ഭയന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉസ്താദന്മാർ എല്ലാവരും അടിക്കുന്ന ഉസ്താദന്മാരല്ല, പക്ഷെ ചില ഉസ്താദന്മാർ അടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരിക്കലും ഉസ്താദെ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യേണ്ട, എൻ്റെ കുട്ടിക്ക് അടിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്ത് രീതി വേണമെങ്കിലും നേരിട്ടോ. ഈ ചെയ്തതുണ്ടല്ലേ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കുറേ ആൾക്കാർ ഇതിന് വോയിസ് ഒക്കെ ഇട്ടിട്ട് കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഒരു വോയിസ് കേട്ടില്ല. കമ്മിറ്റിയിലുള്ള ಜಾವು ಈ ചെറുക്കോgu അടിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നിട്ട് ഗലാട്ട ആക്കിയല്ലേ, അവൻ്റെ മോണുകൾ അവൻ്റെ എല്ലുണ്ടോ മോണുgu ಅವನು ಬಂದಿಟ್ಲೆ ಆಯ್ತು ಅವನು ಅಲ್ಲಿಯಂಕ ಚೆಂದು ಎಂದ್ರೆ ಹೋಗಂಡ അവിടെ കമ്മിറ്റി ഉണ്ട് ചെന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുക്കാം. ആ എങ്ങും അവന് ദുടിച്ചിട്ട് വന്നിട്ട് അത് അടിച്ചിട്ടാകുമ്പോൾ കമ്മിറ്റി ഉള്ളാറ് ഞങ്ങൾ അവിടെ വണ്ടാണ് ചെല്ലുന്ന മുന്നോട്ട് ഓൺ പോയിട്ട് അടിച്ചിട്ട് കീഴിൽ വന്നിട്ടേക്ക്. അപ്പമേ ഞങ്ങൾ കൊണ്ടിട്ട് ദേശേ എന്തെങ്കിൽ നീ അടിക്കോ തീരന്ത് നീ ഞങ്ങൾ കമ്മിറ്റി എന്നില്ലേ നീ പോയിട്ട് അടിച്ചെന്തി ചെന്നിട്ട് ഞങ്ങൾ കൊണ്ടിട്ട് എല്ലാ കലക്റ്റെല്ലാം ആക്കിയ ആയിട്ട് പിന്നെ അവന് പോയിട്ട് ആകുമ്പോൾ ഉത്സാഹത്തോട്ട് ഞങ്ങൾ കേട്ട എന്തൊരു വിഷയമാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെറുക്കോ അടിച്ച വിഷയം ഞങ്ങൾ കേട്ടിട്ടില്ല. അടിച്ച ഒക്ക എന്തും കേട്ടില്ല. ഞങ്ങൾ വേണമായി എന്തോ ഉസ്താദ് കടിക്കോ തീരാം അത് മറന്നിട്ട് ചെറുക്കോ അടിച്ചത് മറന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് കൈ ഇട്ടതല്ല. ഉസ്താദ് ഞങ്ങൾ ചെന്നാൽ സമാധാനം ആക്കി ചെന്നാൽ ബറു ഉസ്താദ് ഞങ്ങൾ ബറു നിങ്ങൾ വന്നിട്ടേ ഞങ്ങൾ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും. ഇത് എന്ത് പിന്നെ ആവട്ടെ ഞങ്ങൾ ഉള്ള ജമാഅത്ത് ഉണ്ടു, ഞങ്ങൾ കമ്മിറ്റി ഉണ്ടു, എല്ലാം ചെന്നു. ഞങ്ങൾ ഉസ്താദ് ചെയ്യുന്നത് വേണ്ട, കംപ്ലൈൻറ്റ് വേണ്ട. പിന്നെ വീഡിയോ അത് ഉസ്താദ്മാരെ ആക്കിയോ വീഡിയോ ഞങ്ങൾ എന്ത് വൈറൽ എന്തോ ആക്കിയിട്ടില്ലേ അയാൾ എന്താ അയാൾ ഒരു ഗ്രൂപ്പ് എന്താ ഇട്ടിട്ട് വിഷയ അത് ഞങ്ങൊന്നുമില്ല. അപ്പം അതിൽ വൈറലായത്തിൽ ഇങ്ങനെയല്ല വൈറലായിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിട്ട് ചെന്നിട്ട് വന്നത് ഞങ്ങൾ സുരത്ത് ഇൻസ്പെക്ടർ കമലത്ത് ಬಂದು അപ്പം ಕೂಡಲೇ ಅವ್ನು ಹಂಗೆ ಮೊಬೈಲ್ ಹಂಗೆ ಇನ್ನ ಅವ್ರ ಮೇಲೆ ಅರೆಸ್ಟ್ ಆಗಿಟ್ಟು ಹೋಯ್ತು. ಇದು ಈಗ ನಾನು ವಾಯ್ಸ್ ಬಿಟ್ಟಿಲ್ಲ ಎಂದಿನ ഞങ്ങൾ ഒരു ഞങ്ങൾ തീരുമാനം ആക്കി ഞങ്ങൾ മോന്തിക്ക് കിട്ടും. ഞങ്ങൾ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചിട്ട് അത് തീരുമാനമാക്കുക എന്തുകൊണ്ട് എന്നിട്ട് വിട്ടു. പിന്നെ അവിടെ ഞങ്ങൾ പറഞ്ഞു അവൾ വന്നിട്ട് മാപ്പ് കേട്ടെങ്കിൽ ഇതാക്കണേ ആ മാപ്പ് കേട്ടെങ്കിൽ കമ്മിറ്റിയും പിന്നെ ഉസ്താദ് മാപ്പ് കേട്ടെങ്കിൽ മക്ക ഉസ്താദ് മക്ക അവിടെ പറയും മക്കൾ വിച്ചിട്ട് അടിച്ചു. അങ്ങനെയായിട്ട് ഞങ്ങൾ പാക്ക് വരുന്ന അത് പിന്നെ മീറ്റിംഗിൽ നോക്കുക എന്താ അവിടെ എന്നിട്ട് അസൽ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ എന്താ അവിടെ നോക്കണം. പിന്നെ അവിടെ സ്റ്റേഷനിൽ ഞങ്ങൾ എന്ത് പോയിട്ടില്ല ഞങ്ങൾ മീറ്റിംഗ് എന്തുകൊണ്ട് തീരുമാനം പിന്നെ പോകും. പിന്നെ ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മൂത്തോണം അതിൽ ആരെ വന്നിട്ട് കൂടി പോയിട്ട് അതിൽ ചെന്തിലാണ് പോയിട്ട് വണ്ടായിട്ട് പിന്നെ ഉസ്താദ് രണ്ട് സ്പെല്ലിംഗ് കേട്ടോ പോയി ഉസ്താദ് ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുവാണ്ട് മാത്രം കംപ്ലൈൻറ്റ് അതിൽ ബറോ കേൾക്കില്ല അതിൽ വന്നിട്ടില്ല. പിന്നെ ഇന്ന് ഞങ്ങൾ മീറ്റിംഗ് ആയിട്ട് നോക്കും. പിന്നെ അതിൽ വന്നില്ലെങ്കിൽ തോന്നില്ല ഞങ്ങൾ കമ്മിറ്റി ആക്ഷൻ എടുക്കണം. ഇന്ന് നിങ്ങൾ ഞങ്ങൾ പോയിട്ട് അവിടെ ഇതാക്കണം ഉസ്താദ്മാർ കൂടെ പദ്ധതിയില്ല എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആക്കണം. പിന്നെ ഇതിൽ ഞാൻ ചർച്ച ആക്കി ചെന്ന് എന്തെങ്കിലും ഡയറക്റ്റ് നിങ്ങൾ ഫോൺ ആക്കി കാണിച്ചാൽ അപ്പം ആൻസർ. പിന്നെ ഇത് വായിച്ച് വെച്ച് ബറോക്ക് ലേറ്റ് ആയി ഇതിന് 1000 ഫോൺ വന്നിട്ടുണ്ട് എന്തായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ മേലെ അയച്ചു കൂടെ ഞങ്ങൾക്ക് അടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ബിസി അയച്ചാൽ ഞങ്ങൾ വന്നിട്ട് അവിടെ അങ്ങനെ അതുകൊണ്ട് ബിസിയല്ല ഇന്നത്തെ ആലോചനക്കണ്ടേ അങ്ങനെ എല്ലാ ജാവുന്ന എല്ലാ ആൾമാരുടെ സമാധാനമാക്കിയിട്ട് ഇതാക്കി വെച്ചത് നോക്കും ഇൻഷാല്ല കാണും എന്നോട് അതാക്കണം. പിന്നെ ഞങ്ങൾ പോയിട്ട് കൈ വായിച്ചിട്ട് ഇതാക്കും ഞങ്ങൾക്ക് സാധ്യമില്ല. ഞങ്ങൾ ആക്കടവും ഇല്ല വേണ്ട. പിന്നെ ആക്കടയും ഗുൾക്കും സെക്കൻഡ് ഞങ്ങൾ തൊട്ടു ഗുൾമാലാണ്. പിന്നെ എന്തായാലും ഞങ്ങൾ അതൊരു പാർട്ടിയോട് ഇതൊരു പാർട്ടി ഉണ്ടല്ലോ കാണും അവന് ഉസ്താദ് മേലേക്ക് കൈയിട്ട് കാണും കാണാവും. ഓക്കെ, അതിരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, ഞാൻ പറയുന്നത് എന്താ അറിയോ, അതായത് ഈ ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു ദിവസം വരുമെന്നുള്ളത് ആദ്യം ഓർത്തു വെക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയോ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഉസ്താദന്മാരുടെ പൊരുത്തമില്ലാതെ അവരെ മനസ്സ് ബേജാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വേദനയോട് അവസാനം ആ ഉസ്താദിൻ്റെ അരികിൽ തന്നെ പോകും എന്നുള്ളത് വാസ്തവമാണ്. എത്രയോ അനുഭവങ്ങൾ കൂടി ഞാൻ കേട്ടറിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. കുറേ ആൾക്കാർ ഇതിൻ്റെ വിഷയത്തിൽ ഈ സംഭവമില്ല കുറേ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടറിവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്? വളരെ വിഷമമുണ്ട് കേട്ടോ, വളരെ വിഷമമുണ്ട്. ഏതായിട്ടും കൂടുതലായിട്ടൊന്നും പറയാതെ ഇതൊക്കെ എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ ചിട്ടം പോലെ ഇതിനെ
വിടാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ ആൾക്കാരൊക്കെ വാട്സപ്പിലൊക്കെ നല്ല രീതിയിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ വിഷയത്തിനെ തുടർന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വിഷയത്തിനെ നേരിടുന്നുണ്ട്. ഒരിക്കലും ഇത് നിർത്തിവെക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു അവസാനം കണ്ടെത്തണം. ഇത് ഇന്ന് ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇന്നൊരാൾ ചെയ്യില്ല എന്നുള്ളത് എന്താണ് നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും കാത്തുരക്ഷിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഞാൻ നിർത്തിവെക്കുകയാണ്.